ഈ ടിക്കറ്റ് ഒന്ന് നോക്കിയേ. കഴിഞ്ഞോണത്തെ ഫസ്റ്റും സെക്കൻഡ് തേർഡും ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി മാഷേ. ചിലപ്പോ ഫോർത്ത് കാണും, നോക്കിയേ. രമണിക്ക് റോസാപ്പൂക്കൾ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ മോശമാണ് പ്രകാശ. രമണിയുടെ വീടിനടുത്ത് താമസമാക്കിയ അന്നു മുതൽ രമണി എനിക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ഒരു റോസാപ്പൂ തരുന്നതിൽ എതിര് പറയരുത്. സമ്മാനം എന്ന് പറയാൻ അവസാനത്തെ നമ്പറിൽ 5 ഉറുപ്പിയുണ്ട്. വേറെ ടിക്കറ്റ് എടുത്തേ. അയ്യോ, ടിക്കറ്റ് വേണ്ട, എനിക്ക് ചക്രം തന്നാ മതി. ഇപ്പൊ പണമാണ് ആവശ്യം. പണമൊന്നും ഇല്ല ശിവരാമ, ഇതുവരെ ടിക്കറ്റ് ഒന്നും വിട്ടിട്ടില്ല. അല്ല ഗംഗാര ഇന്നും വാങ്ങാതെ പോയല്ലേ? അവൾക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഇത്ര നേരം സംസാരിക്കില്ല. പോട്ടെ പ്രകാശ, അത് കാര്യമാക്കണ്ട. എന്നെങ്കിലും ഒരു ദിവസം ഈ പൂവിനുള്ളിൽ ഒരു ചിത്രശലഭം പോലെ അവള് പറന്നു വീഴും. അന്നേരം ഒരു പിടി പിടിച്ചോണം. പിന്നെ നിന്റെ അച്ഛന് റബ്ബർ എസ്റ്റേറ്റ് ഉള്ള കാര്യം ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞേക്കരുത്. സ്നേഹം മുഴുവൻ റബ്ബറിനോടാവും, നിന്നോടാവൂല. പിന്നെ ഒരു ടിക്കറ്റ് എടുത്തേ. ബമ്പറാ? പിന്നെ 10 ലക്ഷം രൂപ ഒരു മാരുതി കാറും. എനിക്കിപ്പോ പണത്തിന് അത്യാവശ്യമുണ്ട്. നീ ഇതെടുത്തിട്ട് ഒരു 5 രൂപ എനിക്ക് ഇതും കൂടി ആവുമ്പോ എന്റെ അടുത്ത് ഇത്തവണത്തെ ടിക്കറ്റിന്റെ എണ്ണം 47. എന്നിട്ട് ഹേയ്, അവളത് വാങ്ങിയത് പോലും ഇല്ല. രമണിയല്ലേ ആള്. വഴിന്ന് എടുത്ത ഒരു പൂ നീട്ടിയെന്ന് വെച്ച് അവൾക്ക് സുധാരണയുള്ള സ്നേഹം കുറയോ? സ്നേഹത്തിന്റെ പ്രശ്നമല്ല, എന്നാലും അവൻ ഏതാ ആള്? പ്രകാശൻ എന്ന പേര്. മന്ദം പ്രകാശൻ എന്ന ലോക്കലിനെ. മൂലമറ്റത്തുകാരനാ തന്ത. വീട്ടുമുറ്റത്ത് 1-2 ഉണക്ക റബ്ബർ മരങ്ങളുണ്ട്. റബ്ബർ മുതലാളി വിളിച്ചു കേൾക്കാൻ അങ്ങേർക്ക് വലിയ ഇഷ്ടമാണ്. എന്തായാലും അലോട്ട്മെന്റ് സമയത്ത് മോനെ പാക്ക് ചെയ്ത് അമ്മയുടെ വയറ്റിലോട്ട് അയക്കുമ്പോൾ ദൈവം 2-3 നട്ട്സ് ഊരി വെച്ചു. അതിന്റെ ഒരു കുറവുണ്ടോ എന്ന് ഒഴിച്ചാൽ അവൻ നമ്മളെക്കാളൊക്കെ സുന്ദരനാ. 17-ാം തീയതി ബോംബെക്ക് ബസ് ഉണ്ട്. ഉണ്ടുണ്ട്. ഇയാൾ അങ്ങോട്ട് പോയി ചോദിക്കും. എന്തൊരു കഷ്ടമാണത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ ബസിന്റെ കാര്യം. എത്ര ടിക്കറ്റാ? 4 ടിക്കറ്റ്, 3 സ്ത്രീകളാ. ടയറില്ലാതെ ട്രിപ്പിന് പോകാൻ പറ്റൂല. നല്ല സമയം നോക്കിയാൽ മുതലാളിയോട് ഒന്ന് പറ സുധാകര. എത്ര ടയർ പൊട്ടിയത് മുതലാളി എന്നെ രാവിലെ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു. ഇനി അങ്ങോട്ട് ചെന്നാ മതി. ചേട്ടാ, ടയർ പൊട്ടിയ കാര്യം നമ്മൾ പറയാണ്ട് മുതലാളി ഇങ്ങനെ അറിഞ്ഞു. ചിലപ്പോ പൊട്ടിയ ശബ്ദം കേട്ടിട്ടുണ്ടാവും. കേട്ടു, പൊട്ടിയ ശബ്ദം കേട്ടു. താൻ എങ്ങോട്ട് നോക്കിയിട്ടാണോ ബസ് ഓടിക്കണേ? നല്ല കണ്ണാടി പോലത്തെ റോഡാണല്ലോ ബോംബെക്കും ബാംഗ്ലൂർക്കും ഒക്കെ. തോന്നുമ്പോ ഡ്രൈവർമാർക്ക് പൊട്ടിക്കാൻ ഞാൻ എന്താ ബലൂണ വാങ്ങി തരണേ? ടയറല്ലേ മുതലാളി ഒന്നും പറയണ്ട, പോടാ. നിങ്ങൾ പോ. സുധാരണ തന്നെ വിശ്വസിച്ച ഞാൻ 2 ലക്ഷറി ബസ് വാങ്ങിയത്. കാര്യങ്ങളൊക്കെ നേരാൻ വണ്ണം നോക്കാതെ താനും മത്തായി ആവുകയാണെങ്കിൽ ബസ് 2 ഞാൻ തമിഴ്നാട്ടിലേക്ക് മാറ്റും. മുതലാളിയുടെ വിഷമം എനിക്കറിയാം. എല്ലാം ഞാൻ ഏറ്റു. ഏറ്റല്ലോ, അത് മതി. എന്തിനാ പുള്ളി ഉടുപ്പിട്ട് നിൽക്കണേ? ഇവിടെ വല്ല പുലിക്കളി ഉണ്ട്? സുധാര, അങ്ങേരെന്താ സുധാരനോട് രഹസ്യം പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. തങ്കം പോലത്തെ മനുഷ്യനാ. എന്തിനാ കൊച്ചമ്മ വെറുതെ സംശയിക്കുന്നത്? പുറത്ത് തങ്കം തന്നെയാ, അകത്ത് ചെമ്പുണ്ടോന്ന് ഈയിടെ എനിക്കൊരു സംശയം.